ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കാർത്തീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രം എന്ന ഭാഗത്തെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്തിര തിരുനാൾ വരെ എന്ന തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. ഈ സെയിം സിലബസ് തന്നെയാണ് +2 പ്രിലിംസ്, 10th ലെവൽ മെയിൻസ്, ഡിഗ്രി പ്രിലിംസ്. സോ ഇത് ഉറപ്പായും ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ പ്രധാനമായും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്ലസ് റിലേറ്റഡ് ഫാക്ട്സ് എന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. സോ എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തിരുവിതാംകൂർ. എന്തൊക്കെയാണ് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങളെന്ന് നോക്കാം. ചോദ്യങ്ങൾ: ആധുനിക കാലത്ത് തിരുവിതാംകൂർ എന്നറിയപ്പെട്ട രാജ്യം മധ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? വേണാട്. ആധുനിക കാലത്ത് തിരുവിതാംകൂർ എന്നറിയപ്പെട്ട രാജ്യം മധ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? വേണാട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മതിലകം രേഖ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മതിലകം രേഖ. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം: മതിലകം രേഖകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജവംശം തിരുവിതാംകൂർ. മതിലകം രേഖകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജവംശം ഏതാണ്? തിരുവിതാംകൂർ. അടുത്ത ക്വസ്റ്റ്യൻ: ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം കലിയുഗരായൻ പണം. ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം ഏതാണ്? കലിയുഗരായൻ പണം. പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ രാജകുടുംബം. പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ രാജകുടുംബം. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആരാണ്? വി നാഗമയ്യ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആരാണ്? വി നാഗമയ്യ. ഇനി നമുക്ക് തിരുവിതാംകൂറിൽ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട 2-3 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം എന്താണ്? വഞ്ചീശമംഗളം. തിരുവിതാംകൂറിന്റെ രാജകീയ മുദ്ര ശംഖാണ്. തിരുവിതാംകൂറിന്റെ രാജകീയ മുദ്ര എന്താണ്? ശംഖ്. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ദളവ അല്ലെങ്കിൽ ദിവാൻമാർ. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ദളവ അല്ലെങ്കിൽ ദിവാൻമാർ. ഇനി നമുക്ക് ഓരോ രാജാക്കന്മാരും അവരുടെ പ്രത്യേകതകളും നോക്കാം. മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ: തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്രഷ്ടാവ് ആര്? മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്രഷ്ടാവ് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്ന ബഹുമതിക്ക് അർഹനായ തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്ന ബഹുമതിക്ക് അർഹനായ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ്, ആധുനിക അശോകൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മയെയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറ്റ് പ്രത്യേകതകൾ എന്ന് നോക്കാം. ചോരയുടെയും ഇരുമ്പിന്റെയും നയം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ്. ചോരയുടെയും ഇരുമ്പിന്റെയും നയം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂറിലെ ഉരുക്കുമനുഷ്യൻ. തിരുവിതാംകൂറിലെ ഉരുക്കുമനുഷ്യൻ. തിരുവിതാംകൂറിലെ ബിസ്മാർക്ക്. തിരുവിതാംകൂറിലെ ഉരുക്കുമനുഷ്യൻ എന്നും തിരുവിതാംകൂറിലെ ബിസ്മാർക്ക് എന്നും അറിയപ്പെടുന്നത് ആരെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നാലാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ: മണ്ഡപത്തും വാതിൽ ഇതിനു തുല്യമായ ഇന്നത്തെ ഘടകം താലൂക്ക്. മണ്ഡപത്തും വാതിൽ ഇതിനു തുല്യമായ ഇന്നത്തെ ഘടകം ഏതാണ്? താലൂക്ക്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് എന്തെന്നാണ്? മണ്ഡപത്തും വാതുക്കൽ. അഞ്ചാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ: മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്സിൽ ഉണ്ടായിരുന്ന കവി ഉണ്ണായി വാര്യർ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്സിൽ ഉണ്ടായിരുന്ന കവി ഏതാണ്? ഉണ്ണായി വാര്യർ. മാർത്താണ്ഡവർമ്മയുടെ മന്ത്രി ആരാണ്? രാമയ്യൻ ദളവയാണ്. മാർത്താണ്ഡവർമ്മയുടെ മന്ത്രിയാണ് രാമയ്യൻ ദളവ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം എന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട രാജാവ് മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനത്തിലൂടെ സാമ്രാജ്യം മുഴുവനും ശ്രീപത്മനാഭന് സമർപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ.
മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീപത്മനാഭനു തൃപ്പടിദാനം ചെയ്തത് AD 1750 ജനുവരി 3-ന്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീപത്മനാഭന് തൃപ്പടിദാനം ചെയ്തതെന്നാണ് AD 1750 ജനുവരി 3. ഇത്രയും ക്വസ്റ്റ്യൻസ് വന്ന സ്ഥിതിക്ക് എന്താണ് തൃപ്പടിദാനം എന്നറിയണം. തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് രാജ്യം സമർപ്പിച്ചിട്ട് ഭഗവാന്റെ ദാസൻ എന്ന നിലയിൽ മാർത്താണ്ഡവർമ്മ ഭരണ ചുമതല നടത്തിയ ചടങ്ങാണ് തൃപ്പടിദാനം. തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് രാജ്യം സമർപ്പിച്ചിട്ട് ഭഗവാന്റെ ദാസൻ എന്ന നിലയിൽ മാർത്താണ്ഡവർമ്മ ഭരണ ചുമതല നടത്തിയ ചടങ്ങാണ് തൃപ്പടിദാനം. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം നമ്മൾ പഠിച്ചു 1750 ജനുവരി 3. മലയാള മാസം കൂടി ഓർത്തുവെക്കണം. 925 മകരം 5. മലയാള മാസം എന്നാണ് 925 മകരം 5. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജയാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തിയ രാജാവാണ് ധർമ്മരാജ. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. അതുകൂടി ഓർത്തു വെക്കണം. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉമാമഹേശ്വരി. 10ാമത്തെ ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം. കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ട്രാവൻകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധം വർഷം എന്നാണ് 1741 ഓഗസ്റ്റ് 10. എന്താണ് കുളച്ചൽ യുദ്ധം എന്ന് നമുക്കറിയണം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുണ്ടായിരുന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു മേഖലയാണ് കുളച്ചൽ യുദ്ധമൊക്കെ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ചു സൈന്യാധിപൻ ക്യാപ്റ്റൻ ഡിലനോയ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ചു സൈന്യാധിപൻ ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നാണ് ക്യാപ്റ്റൻ ഡിലനോയ് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ചു സൈന്യാധിപനാണ് ഡിലനോയ്. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ചു സൈന്യാധിപൻ. അതുപോലെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടി എന്താണ്? മാവേലിക്കര ഉടമ്പടി. വർഷം ഒന്ന് ഓർത്തു വെക്കുക. 1753 ഓഗസ്റ്റ് 15. 1753 ഓഗസ്റ്റ് 15. കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായത് മാവേലിക്കര ഉടമ്പടി പ്രകാരമാണ്. കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. 13ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചതാര്? മാർത്താണ്ഡവർമ്മ. കൃഷ്ണപുരം കൊട്ടാരം. ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം കാണപ്പെടുന്ന സ്ഥലമാണ് കൃഷ്ണപുരം കൊട്ടാരം. ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം കാണപ്പെടുന്ന സ്ഥലം. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കി തിരുവിതാംകൂറിനോട് ചേർത്ത യുദ്ധമാണ് പുറക്കാട് യുദ്ധം 1746. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കി തിരുവിതാംകൂറിനോട് ചേർത്ത യുദ്ധം എന്താണ്? പുറക്കാട് യുദ്ധം 1746. ഇത്രയും പോയിന്റ്സ് എന്തായാലും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇതൊക്കെ. PSC ഏറ്റവും കൂടുതൽ ചോദിച്ച തിരുവിതാംകൂറിലെ രാജാക്കന്മാരിൽ ഒരാളാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സോ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അടുത്ത തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെന്ന് നോക്കാം. കിഴവൻ രാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. കിഴവൻ രാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാരാണ്? ധർമ്മരാജ. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? കിഴവൻ രാജ എന്നും ധർമ്മരാജ എന്നും കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെടുന്നു. ആലപ്പുഴ തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ് ആണ്. ആരാണ് രാജ കേശവദാസ്? ധർമ്മരാജയുടെ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. ആലപ്പുഴ തുറമുഖത്തിന്റെ ശില്പി ആരാണ്? രാജ കേശവദാസ്. ധർമ്മരാജയുടെ മന്ത്രിയാണ് ഇദ്ദേഹം. ടിപ്പുവിന്റെ ആക്രമണകാലത്ത് വേണാടിലെ രാജാവ് ധർമ്മരാജാവാണ്. ടിപ്പുവിന്റെ ആക്രമണകാലത്ത് വേണാടിലെ രാജാവ് ആരായിരുന്നു? ധർമ്മരാജാവ്. തിരുവിതാംകൂറിലെ പ്രസിദ്ധ ദിവാനായിരുന്നു രാജ കേശവദാസൻ.
ഇദ്ദേഹം ഏത് രാജാവിന്റെ ദിവാനായിരുന്നു? ധർമ്മരാജാവ്. തിരുവിതാംകൂറിലെ പ്രസിദ്ധ ദിവാനാണ് രാജാ കേശവദാസ്. ഇദ്ദേഹം ഏത് രാജാവിന്റെ ദിവാനായിരുന്നു അല്ലെങ്കിൽ മന്ത്രിയായിരുന്നു? ധർമ്മരാജാവ്. അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1789 തിരുവിതാംകൂർ ഡച്ചുകാരിൽ നിന്നും വിലയ്ക്കു വാങ്ങിയ കോട്ട ഏത്? കൊടുങ്ങല്ലൂർ കോട്ട. 1789 തിരുവിതാംകൂർ ഡച്ചുകാരിൽ നിന്നും വിലയ്ക്കു വാങ്ങിയ കോട്ട ഏതാണ്? കൊടുങ്ങല്ലൂർ കോട്ടയാണ്. ഡച്ചുകാരിൽ നിന്നും ധർമ്മരാജയാണ് ഇത് വിലയ്ക്കു വാങ്ങിയത്. അതുപോലെ ഈ ടൈമിൽ തന്നെ പള്ളിപ്പുറം കോട്ടയും അദ്ദേഹം വിലയ്ക്കു വാങ്ങിയിരുന്നു. അപ്പോൾ 1789 തിരുവിതാംകൂർ ഡച്ചുകാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെയാണ്? കൊടുങ്ങല്ലൂർ കോട്ടയുമുണ്ട്, പള്ളിപ്പുറം കോട്ടയുമുണ്ട്. നരഹരവാദം എന്ന ആട്ടക്കഥ രചിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. നരഹരവാദം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കഥകളിയിലെ പ്രശസ്തമായ പുസ്തകമാണ് അംബരീഷ ചരിതം. ഇത് എഴുതിയത് കാർത്തിക തിരുനാളാണ്. കഥകളിയിലെ പ്രശസ്തമായ പുസ്തകമാണ് അംബരീഷ ചരിതം. എഴുതിയത് ആരാണ്? കാർത്തിക തിരുനാൾ. ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. ആട്ടകഥകൾ രചിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തിരുവിതാംകൂർ രാജാവ്. വത്തിക്കാനിലെ പോപ്പുമായി കത്തിടപാടുകൾ നടത്തിയിരുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. വത്തിക്കാനിലെ പോപ്പുമായി കത്തിടപാടുകൾ നടത്തിയിരുന്നു. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിച്ചത് ധർമ്മരാജയുടെ ഭരണകാലത്താണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിച്ചത് ധർമ്മരാജയുടെ ഭരണകാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളെയാണ്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണ്? കേണൽ മെക്കാളെ. അടുത്ത പഠിക്കേണ്ട തിരുവിതാംകൂർ മഹാരാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ധർമ്മരാജാവിനു ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മ. ധർമ്മരാജാവിനു ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ബാലരാമവർമ്മ. ഇദ്ദേഹത്തിന്റെ പ്രധാന ദിവാൻമാരായിരുന്നു ഉമ്മിണിത്തമ്പിയും വേലുത്തമ്പി ദളവയും. ഇദ്ദേഹത്തിന്റെ പ്രധാന ദിവാൻമാരാരൊക്കെയായിരുന്നു? ഉമ്മിണിത്തമ്പിയും വേലുത്തമ്പി ദളവയും. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. PSC ഒരുപാട് വട്ടം ചോദിച്ച ചോദ്യമാണിത്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. മലയാള മാസമാണെങ്കിൽ 984 മകരം 1. അതുകൂടി ഓർത്തു വെക്കണം. മലയാള മാസം എന്നാണ്? 984 മകരം 1. പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ച ദിവാൻ വേലുത്തമ്പി ദളവ. വേലുത്തമ്പിയുടെ ജന്മസ്ഥലം കൽക്കുളം അല്ലെങ്കിൽ തലക്കുളം എന്നും അറിയപ്പെടുന്നു. വേലുത്തമ്പിയുടെ ജന്മസ്ഥലം ഏതാണ്? കൽക്കുളം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? മണ്ണടി. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം ഏതാണ്? മണ്ണടി. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച വിപ്ലവം എവിടെ വെച്ചായിരുന്നു? തിരുവിതാംകൂർ. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച വിപ്ലവം എവിടെ വെച്ചായിരുന്നു? തിരുവിതാംകൂർ. ഈ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ട ഭാഗമാണ് കുണ്ടറ വിളംബരം. സോ നന്നായിട്ട് പഠിക്കണം. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. കുണ്ടറ വിളംബരം നടത്തിയത് ദിവാൻ ആരായിരുന്നു? വേലുത്തമ്പി ദളവ. നടന്ന വർഷം എന്നാണ്? 1809 ജനുവരി 11. നടത്തിയ സ്ഥലമാണെങ്കിൽ കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറ. മലയാള മാസമാണെങ്കിൽ 984 മകരം 1. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ബായിയെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് നോക്കാം. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ബായി. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി. അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി. അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ബായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ബായി. ഈ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻസും എപ്പോഴും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നന്നായിട്ട് പഠിക്കണം. എന്തൊക്കെയാണ് ഇവരുടെ മറ്റു പ്രത്യേകതകളൊന്ന് നോക്കാം. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ബായി. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ബായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ തീയതി 1812 ഡിസംബർ 5. റാണി ഗൗരി ലക്ഷ്മി ബായി തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് എന്നാണ്? 1812 ഡിസംബർ 5.
ഇതിൽ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ദിവാനാണ് കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ദിവാൻ. 1811 ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത പുറത്തിറക്കിയ ദിവാൻ. 1811 ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത പുറത്തിറക്കിയ ദിവാൻ. അടുത്തത് ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതി ഭായ്. എന്തൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഭായ്. വർഷം ചോദിച്ചിട്ടുണ്ട് 1817. ഓർത്തുവെക്കുക, വർഷം എന്നാണ് 1817. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണിയാണ് മഹാറാണി ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി ആരാണ്? മഹാറാണി ഗൗരി പാർവതി ഭായ്. എറണാകുളത്തെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ഗൗരി പാർവതി ഭായ്. എറണാകുളത്തെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായ്. ചർച്ച് മിഷൻ സൊസൈറ്റി 1821 സ്ഥാപിച്ചതാര്? ബെഞ്ചമിൻ ബെയ്ലി. ഗൗരി പാർവതിയുടെ ഭരണകാലത്തായിരുന്നു ഇവയുടെ തുടക്കം. ചർച്ച് മിഷൻ സൊസൈറ്റി 1821 സ്ഥാപിച്ചത് റാണി ഗൗരി പാർവതി ഭായിയുടെ സഹായത്തോടെയാണ്. തുടങ്ങിയതാരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ് 1821. അതുപോലെ 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് സഹായം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയും റാണി ഗൗരി പാർവതി ഭായ് ആണ്. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് സഹായം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഭായ്. അടുത്തത് സ്വാതി തിരുനാളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. PSC ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. സോ പഠിക്കണം. എന്തൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. സുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി സ്വാതി തിരുനാൾ. സുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരെയാണ്? സ്വാതി തിരുനാൾ. എന്താണ് സുചീന്ദ്രൻ കൈമുക്ക്? തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശിക്ഷാരീതിയാണ് സുചീന്ദ്രൻ കൈമുക്ക്. നിർത്തലാക്കിയതാരാണ്? സ്വാതി തിരുനാളാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം. ഭക്തിമഞ്ജരി എന്ന സംസ്കൃത ഗ്രന്ഥം രചിച്ചത് സ്വാതി തിരുനാളാണ്. ഭക്തിമഞ്ജരി എന്ന സംസ്കൃത ഗ്രന്ഥം രചിച്ചതാരാണ്? സ്വാതി തിരുനാൾ. ഗർഭശ്രീരാമൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഗർഭശ്രീരാമൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. രാജാക്കന്മാരിൽ സംഗീതജ്ഞനും സംഗീതജ്ഞന്മാരിൽ രാജാവുമായ ആൾ ആരാണ്? സ്വാതി തിരുനാളാണ്. രാജാക്കന്മാരിൽ സംഗീതജ്ഞനും സംഗീതജ്ഞന്മാരിൽ രാജാവുമായ ആളാണ് സ്വാതി തിരുനാൾ. ദക്ഷിണഭോജൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി സ്വാതി തിരുനാൾ. ദക്ഷിണഭോജൻ എന്നും അറിയപ്പെടുന്നു, ഗർഭശ്രീരാമൻ എന്നും അറിയപ്പെടുന്നത് ആരെയാണ്? സ്വാതി തിരുനാളിനെയാണ്. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവാര്? സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവാരാണ്? സ്വാതി തിരുനാൾ. ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? സ്വാതി തിരുനാൾ. ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. നക്ഷത്ര ബംഗ്ലാവിന്റെ സ്ഥാപകനായ ഭരണാധികാരി സ്വാതി തിരുനാൾ. നക്ഷത്ര ബംഗ്ലാവിന്റെ സ്ഥാപകനാരാണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ലളിതകലകളുടെ സുവർണകാലമായി അറിയപ്പെട്ടത് ആരുടെ ഭരണകാലമായിരുന്നു? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ലളിതകലകളുടെ സുവർണകാലമായി അറിയപ്പെട്ടത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാൾ. കേരളീയ സംഗീതത്തിന്റെ അഗസ്റ്റൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാൾ. കേരളീയ സംഗീതത്തിന്റെ അഗസ്റ്റൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാൾ. നവരത്നമാലിക എന്ന കൃതി രചിച്ചതാര്? സ്വാതി തിരുനാൾ. നവരത്നമാലിക എന്ന കൃതി രചിച്ചതാരാണ്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻ എല്ലാം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. സോ നന്നായിട്ട് പഠിക്കണം. അതുപോലെ പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവ്. സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് വളർന്ന കലാരൂപമാണ് മോഹിനിയാട്ടം. സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് വളർന്ന കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം. അടുത്ത തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവനന്തപുരത്ത് കാഴ്ച ബംഗ്ലാവ് സ്ഥാപിതമായത് 1857.
ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണസമയത്തായിരുന്നു ഇത് സ്ഥാപിതമായത്. സോ പഠിക്കണം. തിരുവനന്തപുരത്ത് കാഴ്ച ബംഗ്ലാവ് സ്ഥാപിതമായ വർഷം എന്നാണ് 1857. 1857 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു. എവിടെയാണ്? ആലപ്പുഴ. 1857 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു. വർഷം ശ്രദ്ധിക്കണം, 1857. ആ വർഷം തന്നെയാണ് കാഴ്ച ബംഗ്ലാവും സ്ഥാപിതമായത്. ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവാര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഡേറ്റ് 1859 ജൂലൈ 26. അതുകൂടി ഓർത്തു വയ്ക്കണം. ഡേറ്റ് 1859 ജൂലൈ 26. അതുപോലെ ഓർത്തു വയ്ക്കേണ്ട 2-3 പോയിന്റ്സ് കൂടി ഉണ്ട്. തിരുവിതാംകൂറിലെ അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുകയും നിർബന്ധിത ജോലിയായ ഊഴിയം വേല നിർത്തലാക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ. തിരുവിതാംകൂറിൽ അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുകയും നിർബന്ധിത ജോലിയായ ഊഴിയം വേല നിർത്തലാക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടം വർഷമെന്നാണ് 1857. ആ 1857 തിരുവനന്തപുരത്ത് കാഴ്ച ബംഗ്ലാവ് സ്ഥാപിതമായതും 1857 തന്നെയാണ് ആലപ്പുഴ, കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിതമായതും. അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറിയായ ഡാരാസ് മെയിൽ സ്ഥാപിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറിയായ ഡാരാസ് മെയിൽ സ്ഥാപിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. വർഷം 1859. അതുകൂടി ഓർത്തു വെക്കണം. വർഷം എന്നാണ് 1859. അടുത്ത തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മ. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവാരാണ്? ആയില്യം തിരുനാൾ. എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം? സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള വിളംബരം. സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. വർഷം എന്നാണ് 1865. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് ഏർപ്പെടുത്തിയ മഹാരാജാവ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് ഏർപ്പെടുത്തിയ മഹാരാജാവാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ ചികിത്സാലയം ജനറൽ ആശുപത്രി. തിരുവിതാംകൂറിലെ ആദ്യ ചികിത്സാലയം ഏതാണ്? ജനറൽ ആശുപത്രി. ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ കേന്ദ്രം പേരൂർക്കട, പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ കേന്ദ്രം, പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ഇതും സ്ഥാപിതമായത്. തിരുവിതാംകൂറിലെ ജമ്മി കുടിയാൻ വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. വർഷം ശ്രദ്ധിക്കണം, 1867. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് പദവി ലഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് പദവി ലഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ പണി ആരംഭിച്ച സമയത്തെ ഭരണാധികാരി ആയില്യം തിരുനാൾ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ പണി ആരംഭിച്ച സമയത്തെ ഭരണാധികാരി ആയില്യം തിരുനാൾ. സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ച ദിവാൻ ടി മാധവറാവു ആണ്. സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ച ദിവാൻ ആരാണ്? ടി മാധവറാവു. ആയില്യം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനാണ് ടി മാധവറാവു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ്? വില്യം ബാർട്ടൺ. അടുത്ത നമുക്ക് പഠിക്കേണ്ട തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ.
എന്തൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സുകൾ എന്ന് നോക്കാം. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്നു. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് ആരാണ്? വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? വിശാഖം തിരുനാൾ. മരിച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. മരിച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. അടുത്തത് ശ്രീമൂലം തിരുനാൾ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി നിയമസഭ രൂപീകരിച്ച രാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി നിയമസഭ രൂപീകരിച്ച രാജാവാരാണ്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. ആയുർവേദ കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ. ആയുർവേദ കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ഏത് രാജാവിന്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ. ആദ്യ നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ഏത് തിരുവിതാംകൂർ രാജാവാണ്? ശ്രീമൂലം തിരുനാൾ. ആദ്യ നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് 1888 മാർച്ച് 30. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എന്നാണ്? 1888 മാർച്ച് 30. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഏത് വർഷമാണ്? 1903. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഏത് വർഷമാണ്? 1903. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇതൊക്കെ സ്ഥാപിതമായത്. സോ ഓർത്തു വെക്കണം. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1924 വരെയാണ്. കാലഘട്ടം എപ്പോഴൊക്കെയാണ്? 1885 മുതൽ 1924 വരെ. അദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട പോയിന്റുകളാണ്: 1891 മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന്റെ മുന്നിലാണ്. 1891 മലയാളി മെമ്മോറിയലും എതിർ മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന്റെ മുൻപിലാണ്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. വർഷം 1895 ഓർത്തുവെക്കണം. അതുപോലെ ശ്രീമൂലം തിരുനാൾ സ്ഥാപിച്ച പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ ആദ്യമായി സംസ്കൃത കോളേജ്, വനിതാ കോളേജ് എന്നിവ സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാളാണ്. കേരളത്തിൽ ആദ്യമായി സംസ്കൃത കോളേജ്, വനിതാ കോളേജ്, ആയുർവേദ കോളേജ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് 3 കോളേജുകൾ? സംസ്കൃത കോളേജ്, വനിതാ കോളേജ്, ആയുർവേദ കോളേജ് എന്നിവ സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാളാണ്. അടുത്ത ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഭായ്. തെക്കൻ കേരളത്തിലെ അമ്പലങ്ങളിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റാണി സേതു ലക്ഷ്മി ഭായ് ആണ്. തെക്കൻ കേരളത്തിലെ അമ്പലങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? റാണി സേതു ലക്ഷ്മി ഭായ്. നിർത്തലാക്കിയ വർഷം 1925. ഓർത്തുവെക്കണം, വർഷം എന്നാണ് 1925. ദേവദാസി സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരാണ് കുടിക്കാരി സമ്പ്രദായം. ദേവദാസി സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരെന്താണ്? കുടിക്കാരി സമ്പ്രദായം. ഗാന്ധിജി സന്ദർശിച്ച ഏക തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഭായ്. ഗാന്ധിജി സന്ദർശിച്ച ഏക തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മി ഭായ്. വർഷം 1925. അതുകൂടി ഓർത്തുവെക്കണം. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മി ഭായ്. റാണി സേതു ലക്ഷ്മി ഭായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരൻ എം.ഇ. വാട്ട്സ്. റാണി സേതു ലക്ഷ്മി ഭായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരൻ ആരാണ്? എം.ഇ. വാട്ട്സ്. അടുത്ത നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ എന്ന് നോക്കാം. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവാരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. ആലുവ ഫാക്ട് ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. ആലുവ ഫാക്ട് ആരംഭിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം വർഷം എന്നാണ്? 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. PSC ഒരുപാട് വട്ടം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സോ നന്നായിട്ട് പഠിക്കണം.
ശ്രീ ചിത്രതിരുനാളിന്റെ കാലഘട്ടത്ത് സ്ഥാപിതമായവ ഏതൊക്കെയാണെന്ന് നോക്കാം. നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം 1934. നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം വർഷം എന്നാണ് 1934. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി 1940. ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, പുലനൂർ പ്ലൈവുഡ് ഫാക്ടറി. ഫാക്ട് എന്തൊക്കെയാണ് സ്ഥാപിതമായത്? നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി. ഫാക്ട്. ചിത്തിര തിരുനാളിന്റെ കാലത്തെ പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നു. 1932 നിവർത്തന പ്രക്ഷോഭം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം, 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ രൂപീകരണം, 1938 രാജധാനി മാർച്ച്, 1946 പുന്നപ്ര വയലാർ സമരം, 1949 ജൂലൈ 1 തിരുക്കൊച്ചി രൂപീകരണം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? 1932 നിവർത്തന പ്രക്ഷോഭം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം, 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണം, 1938 രാജധാനി മാർച്ച്, 1946 പുന്നപ്ര വയലാർ സമരം, 1949 ജൂലൈ 1 തിരുക്കൊച്ചി രൂപീകരണം. ഇദ്ദേഹത്തിന്റെ പ്രശസ്തനായ ദിവാനാണ് ശ്രീ CP രാമസ്വാമി അയ്യർ. ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രമുഖ ദിവാൻ ആരാണ്? CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ ഭരണഘടന തിരുവിതാംകൂറിൽ ആരുടെ വാക്കുകളാണിത്? CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ ഭരണഘടന തിരുവിതാംകൂറിൽ ആരുടെ വാക്കുകളാണിത്? CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ ഏത് സംസ്ഥാനത്തെ ദിവാനായിരുന്നു? തിരുവിതാംകൂർ. CP രാമസ്വാമി അയ്യർ ഏത് സംസ്ഥാനത്തെ ദിവാനായിരുന്നു? തിരുവിതാംകൂർ. തിരുവിതാംകൂറിൽ ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരുടെ കാലത്താണ്? CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിൽ ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരുടെ കാലത്താണ്? CP രാമസ്വാമി അയ്യർ. ഇനി നമുക്ക് തിരുവിതാംകൂറിലെ ദിവാൻമാരുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരാണ്? മുഹമ്മദ് ഹബീബുള്ളയാണ്. ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ദിവാനായിരുന്നത്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരാണ്? മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ PGN ഉണ്ണിത്താൻ. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരാണ്? PGN ഉണ്ണിത്താൻ. കൊച്ചിയുടെ അവസാന ദിവാൻ ആരായിരുന്നു? CP കരുണാകര മേനോൻ. കൊച്ചിയുടെ അവസാന ദിവാൻ ആരായിരുന്നു? CP കരുണാകര മേനോൻ. തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആരായിരുന്നു? അറുമുഖം പിള്ളയാണ്. തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ അറുമുഖം പിള്ള. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളെയാണ്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണ്? കേണൽ മെക്കാളെ. തിരുവിതാംകൂറിലെ ആദ്യ ഹൈന്ദവേതര ദിവാനാണ് കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ ഹൈന്ദവേതര ദിവാൻ ആരാണ്? കേണൽ മൺറോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന ഭാഗത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. എല്ലാം മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്